ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉഹുദാന ലിറ്റർജിക്കൽ ക്വിസിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് വചന ശുശ്രൂഷയുടെ ആദ്യത്തെ 2 പ്രാർത്ഥനകളാണ്. ഒന്നാമത്തേത് ത്രിശുദ്ധ കീർത്തനവും അതിനുശേഷം വരുന്ന ശ്ലോസയുമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. സീറോ മലബാർ സഭയുടെ കുർബാനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വചന ശുശ്രൂഷ. വചന ശുശ്രൂഷയുടെ ആരംഭം എന്ന നിലയിൽ നടത്തുന്ന പ്രാർത്ഥനകളാണ് ത്രിശുദ്ധ കീർത്തനവും അതിനുശേഷം വരുന്ന ശ്ലോസായും. അതേ തുടർന്നാണ് പഴയ നിയമ പുസ്തകങ്ങളിൽ നിന്നുള്ള ഭാഗം പ്രഘോഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വായിക്കപ്പെടുന്നത്. ദൈവവചനം കേട്ട് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഹിതമനുസരിച്ച് സഭയിൽ ജീവിക്കുവാൻ സഭാമക്കളെ ഉദ്ബോധിപ്പിക്കുകയാണ് ദൈവവചന പ്രഘോഷണ അല്ലെങ്കിൽ വായനകളിലൂടെ നാം സഭ ആഗ്രഹിക്കുന്നത്. ലിറ്റർജി ഓഫ് ദ വേർഡ് വചന ശുശ്രൂഷയുടെ ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥനയാണ് ത്രിശുദ്ധ കീർത്തനം. ത്രിസാഗിയോൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം 3 times ഹോളി, 3 തവണ പരിശുദ്ധൻ എന്ന് കീർത്തിക്കുന്ന പ്രാർത്ഥന. ശുശ്രൂഷയുടെ ആഹ്വാനത്തോടുകൂടിയാണ് അത് ആരംഭിക്കുന്നത്. നമുക്ക് സ്വരമുയർത്തി സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കാം. അതിന് കീർത്തന രൂപത്തിലും ശബ്ദമുയർത്തി പാടിടുവിൻ എന്ന് നമ്മൾ ശുശ്രൂഷി ആലപിക്കുന്നുണ്ട്. ഈ ഭാഗം സമൂഹം ചൊല്ലേണ്ട ഭാഗമല്ല, അത് ശുശ്രൂഷി ചൊല്ലേണ്ട, ശംശാനമാർ ചൊല്ലേണ്ട ഭാഗമാണ്. ശംശാനമാരുടെ അഭാവത്തിൽ താഴ്ന്ന പട്ടമുള്ളവരോ അല്ലെങ്കിൽ കുർബാനയ്ക്ക് ശുശ്രൂഷയായി നിൽക്കുന്നവരോ ചൊല്ലേണ്ട ഭാഗമാണ്. കൊയറോ ദൈവജനമോ ആലപിക്കേണ്ട കീർത്തനമല്ല അത് എന്നുള്ള കാര്യം നാം ഓർമ്മിക്കണം. ശംശാന ദൈവജനത്തെ പ്രാർത്ഥിക്കുവാനായി ഇതിലൂടെ പ്രബോധിപ്പിക്കുകയാണ്. അതിനുശേഷം വരുന്ന കീർത്തനം വളരെ പ്രാധാന്യമുള്ളതാണ്. മാലാഖമാരുടെ കീർത്തനമാണ് ഇത്. പരിശുദ്ധൻ എന്ന് ദൈവത്തെ നിരന്തരം പാടി സ്തുതിക്കുന്ന മാലാഖമാരുടെ ചിന്തകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന ദൈവജനം പരിശുദ്ധ കുർബാനയിൽ ദൈവത്തെ പരിശുദ്ധനെന്ന് പാടി സ്തുതിക്കുകയാണ് ഈ കീർത്തനത്തിലൂടെ ചെയ്യുന്നത്. കന്ദീശ ആലാഹ, കന്ദീശ ഹൈൽസാന, കന്ദീശ ലാ മായോസ എസറഹം അലയിൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവത്തിൻ്റെ കരുണയ്ക്കായി അവസാനം യാചിക്കുകയാണ്. ഈ പ്രാർത്ഥന ഒരു ദൈവസ്തുതിപ്പാണ്. പരിശുദ്ധ കുർബാന ആരംഭിക്കുന്നതും ദൈവസ്തുതിപ്പോടുകൂടിയാണ്. മാലാഖമാരുടെ കീർത്തനങ്ങളോടുകൂടി ആരംഭിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ ദൈവവചന ശുശ്രൂഷയുടെ ഭാഗവും ദൈവസ്തുതിപ്പോടുകൂടി ആരംഭിക്കുന്നു. ദൈവത്തെ പരിശുദ്ധനെന്ന് പാടി സ്തുതിക്കുന്നു. ദൈവം പരിശുദ്ധനാകുന്നു, ബലവാനാകുന്നു, അമർത്യനാകുന്നു. ബലവാനും പരിശുദ്ധനും അമർത്യനുമായ ദൈവം പരിശുദ്ധനാകുന്നു എന്നാണ് ഇവിടെ ആലപിച്ച് പ്രാർത്ഥിക്കുന്നത്, ഏറ്റുപറയുന്നത്. അതിനുശേഷം ആ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന്. നമ്മൾ ഇതിനു മുമ്പ് ഉപയോഗിച്ചിരുന്ന കുർബാന ക്രമത്തിൽ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്നാണ് പ്രാർത്ഥിച്ചിരുന്നത്. ഇതിൻ്റെ മൂല ഭാഷയിൽ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പുതിയ ക്രമം വന്നപ്പോൾ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് നമ്മൾ മാറ്റിയത്. മാറൻ എസ്രാഹം അലയൻ, എസ്രഹം അലയൻ, റഹുമ കരുണ. റഹുമ എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം കരുണ എന്നാണ്. കൃപ എന്നുള്ളതിൻ്റെ വാക്ക് തൈബൂസ എന്നാണ്. അത് അവിടെ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് പണ്ട് സംഭവിച്ചിരുന്ന തെറ്റ് തിരുത്തി ഇപ്പോൾ കരുണയുണ്ടാകണമേ എന്ന് നമ്മൾ ചേർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് യെശയ്യായുടെ പുസ്തകത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ തിരുവചനത്തെ അടിസ്ഥാനമാക്കി രൂപവൽക്കരിച്ചിട്ടുള്ളതുമാണ്. യെശയ്യായുടെ ദൈവദർശനത്തിൽ പരിശുദ്ധനെന്ന് കീർത്തിക്കുന്ന മാലാഖമാരെ നമ്മൾ കാണുന്നുണ്ട്. അതുതന്നെയാണ് ഇവിടെ നമ്മൾ ആലപിക്കുന്നത്. ഈ കീർത്തനം നമ്മുടെ പരിശുദ്ധ കുർബാനയിലേക്ക് പൗരസ്ത്യ സുറിയാനി ആരാധന ക്രമം പാലിക്കുന്ന സഭകളുടെ പരിശുദ്ധ കുർബാനയിലേക്ക് ആദ്യമായി ചേർത്തത് മാർ ആബ പത്രിയർക്കീസാണ്.
540 മുതൽ 552 വരെ പൗരസ്ത്യ സുറിയാനി സഭയുടെ പത്രാക്കേസ് ആയിരുന്നു മാറാബ പത്രാക്കേസ്. അദ്ദേഹമാണ് ഈ കീർത്തനം രചിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. പിന്നീട് 582 മുതൽ 594-95 കാലഘട്ടം വരെ സഭയുടെ പത്രാക്കേസ് ആയിരുന്ന ഈശോയാബ് ഒന്നാമൻ പത്രാക്കേസ് ഈ കീർത്തനം സഭയിൽ എല്ലായിടത്തും വ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് നേതൃത്വം നൽകി. അദ്ദേഹത്തിൻ്റെ പ്രേരണയാൽ സഭ ഈ പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമ പാരമ്പര്യം പിന്തുടരുന്ന എല്ലാ സഭകളുടെയും പരിശുദ്ധ കുർബാനയിലേക്ക് ഈ കീർത്തനം ചേർത്ത് വരികയാണ് ചെയ്യുകയുണ്ടായത്. അതോടൊപ്പം മറ്റ് യാമനമസ്കാരങ്ങളിലും പ്രത്യേകിച്ച് റംശ പ്രാർത്ഥനയിലും ഈ കീർത്തനം ചേർത്ത് വയ്ക്കുകയാണ്. ഈ കീർത്തനം നമ്മുടെ സഹോദര സഭയായ അന്ത്യോക്യൻ സഭയിലും ഉപയോഗിക്കുന്നുണ്ട്. അന്ത്യോക്യൻ സഭ അല്ലെങ്കിൽ യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭ, ഇവരെല്ലാം അന്ത്യോക്യൻ പാരമ്പര്യം പിന്തുടരുന്ന സഭകളാണ്. അവരുടെ ആരാധനാക്രമത്തിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാന് നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അവർ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങനെ ദൈവത്തെ പരിശുദ്ധനെന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഗുണഗണങ്ങൾ വർണ്ണിച്ച് കരുണയുണ്ടാകണമേ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ പ്രാവശ്യം അത് ആവർത്തിക്കുമ്പോൾ തൃത്വസ്തുതി ചൊല്ലുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് ചൊല്ലിയതിനു ശേഷം പ്രാർത്ഥന ആവർത്തിക്കുന്നു. വീണ്ടും അത് കാർമ്മികനാണ് ചൊല്ലുന്നത്. മൂന്നാമത് സമൂഹം വീണ്ടും ആദ്യം മുതൽ എന്നേക്കും ആമേൻ എന്ന് പറഞ്ഞതിന് ശേഷം സമൂഹം വീണ്ടും ഇത് ആലപിക്കുന്നു. അങ്ങനെ ത്രിസാഗിയോൺ കീർത്തനം അവിടെ നമ്മൾ നടത്തുകയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ ത്രിശുദ്ധ കീർത്തനത്തിന് ശേഷം ഒരു ശ്ലോസായാണ് നമ്മുടെ പരിശുദ്ധ കുർബാനയിലുള്ളത്. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. അതും ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെല്ലാം വർണ്ണിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. ദൈവത്തിൻ്റെ കടാക്ഷവും അനുഗ്രഹവും കരുണയും ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ എന്ന് തന്നെയാണ് ആ പ്രാർത്ഥനയിലും കാർമ്മികൻ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന ത്രിശുദ്ധ കീർത്തനത്തിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന വിധത്തിലും നമുക്ക് അതിനെ കാണാവുന്നതും മനസ്സിലാക്കാവുന്നതുമാണ്. താങ്ക് യു.